ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് നീണ്ട് നിവർന്ന് ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഇതാ മോളും ഐറൂസ് പ്രതീക്ഷിക്കാതെ കയറി വന്നത് കേട്ടോ. പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് തന്നെ അപ്പം വരുന്ന വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്ന ഉടനെ തന്നെ ഐറൂസ് ഇതാ അവൻ്റെ കുരുത്തക്കേടുകളൊക്കെ ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വരുമ്പോൾ ഒന്ന് വിളിച്ച് പറയാനൊന്നും കഴിയാഞ്ഞത് അവളുടെ ഫോൺ എന്താ അറിയില്ല പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി. ചാർജ് ഒന്ന് കയറ്റിയിട്ടൊന്നും റെഡി ആവുന്നില്ല. അപ്പോൾ പോരാൻ ടൈമിൽ പിന്നെ ഫോൺ നോക്കാനും സമയം കിട്ടില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ അടുത്ത വീട്ടിലെ ചാർജർ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് ചാർജ് കയറ്റി നോക്കിയപ്പം കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഫോണിൻ്റെ പ്രശ്നമല്ല, ചാർജറിൻ്റെ പ്രശ്നമായതുകൊണ്ട് സമാധാനമുണ്ട്. നമുക്കിനി പുതിയ ചാർജർ വാങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞപ്പോൾ ഐറൂസ് ഇതാ അവൻ ഉറങ്ങാനുള്ള സമയമായപ്പോൾ അവൻ ഉറങ്ങിയപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് പോകുന്നു. മോളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ മോള് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവളുടെ വീട്ടിലുണ്ടായിരുന്ന നല്ല നാടൻ മൈസൂർ പായ ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ വീട്ടിൽ. അപ്പോൾ ഇങ്ങോട്ട് പോരാണ് അരീക്കോടുക്ക് പോരാന്ന് പറഞ്ഞപ്പോൾ അവളമ്മ കൊടുത്തയച്ചതാണ് ഇങ്ങോട്ട് കൊണ്ടേക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ചെറുപായം കണ്ടപ്പോൾ ഞാൻ കരുതി അവിൽ മിൽക്ക് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നല്ല വറുത്ത അവലും പാലൊക്കെ കൊണ്ടുവരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതൊക്കെ നല്ല കുത്തിയൊടിച്ച് പാലും പഞ്ചസാരയൊക്കെ ഇട്ട് അവിൽ മിൽക്ക് അവിടെ സെറ്റാക്കി വെച്ചപ്പോഴേക്കും നീനൂട്ടി വന്നിട്ടോ. നീനൂട്ടി വരുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനത് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നീന് ബസ് കയറിയപ്പോൾ എന്നെ വിളിച്ചപ്പോഴൊന്നും ഞാൻ മോളും ഐറൂസ് വന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വന്ന് കയറിയപ്പോൾ മോളുവിനെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സർപ്രൈസായി. അപ്പോൾ ഐറൂസ് ഉറങ്ങായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും തണുത്ത അവിൽ മിൽക്കൊക്കെ അവർക്ക് കൊടുത്ത് അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഐറൂസ് എഴുന്നേറ്റ് വന്നത്. അവനെ എഴുന്നേറ്റ് വന്ന് നീനുവിനെ കണ്ടപ്പോൾ പിന്നെ എന്താ അടിപൊളിയായിട്ട് പിന്നെ ഭയങ്കര സന്തോഷമായി, ആരവായി, കളിയായി, ചിരിയായി, അങ്ങനെ ഭയങ്കര ഒരു ഓളം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇവരെല്ലാവരും കൂടിയാൽ പിന്നെ എന്തൊക്കെയോ കഴിക്കണം എന്നുള്ള ഒരു അസുഖം ഇവർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുമുനെ പറഞ്ഞയച്ചിട്ട് മാഗി കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത് വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ നീന് വന്നപ്പോൾ തന്നെ 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി അവിൽ മിൽക്കൊക്കെ കൊടുത്തതാണ്. എന്നാലും എന്താ അറിയില്ല, എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു വിശപ്പിനൊരു കൂടുതലാട്ടോ. അപ്പോൾ ആ മാഗി വാങ്ങാൻ പോയപ്പോൾ ഇതുപോലെയുള്ള സിപ്പപ്പ്, കോലുമുട്ടായി അങ്ങനെയുള്ള പല സംഭവങ്ങൾ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഏതായാലും മാഗിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി നല്ല കടുപ്പത്തിലൊരു ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തുട്ടോ. ഐറൂസിൻ്റെ പിന്നെ കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവന് കഞ്ഞിയും ചിക്കൻ പൊരിച്ചതൊക്കെ കൊടുത്തു. പിന്നെ ഉച്ചയ്ക്ക് വന്നപ്പോൾ മോളും അവിടുന്ന് ഫുഡ് കഴിച്ച് വന്നതല്ല. അപ്പോൾ ഇവിടുന്ന് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ കരുതി പോകാനാകുമ്പോഴേക്കും അവൾക്ക് ഇഷ്ടമുള്ള അവൾക്ക് പിന്നെ നാടൻ ചോറാണല്ലോ ഇഷ്ടം. അപ്പോൾ ഞാൻ നല്ല ചോറുണ്ടാക്കി. പിന്നെ ചിക്കനൊക്കെ നല്ല മസാല പരട്ടി വെച്ചിട്ടുണ്ട് പൊരിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ക്യാബേജും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവൾക്ക് നാടൻ ചോറിലേക്ക് എപ്പോഴും തക്കാളിയോ അല്ലെങ്കിൽ മുരിങ്ങയിലോ എന്തെങ്കിലും താളിപ്പാട്ടോ മോളൂന് ഇഷ്ടം. അപ്പോൾ അങ്ങനെ തക്കാളി ഇട്ടിട്ട് ഞാൻ നല്ല താളിപ്പൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരാളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വിളമ്പി ഞാൻ മോളൂന് കൊടുത്തപ്പോൾ ഐറൂസിന് ഭയങ്കര ഇഷ്ടമായി. അവന് ആ പച്ചക്കറികളൊക്കെ കൂട്ടി ചോറ് നല്ലോണം കഴിച്ചു കേട്ടോ. പിന്നെ 12 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മോളൂനെ കൊണ്ടുവരാൻ ഹസ്ബൻഡ് വന്നത്. 12:45 അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏതായാലും നല്ല അടിപൊളി എന്താ പറയുക സന്തോഷമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.